89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷന്റെ സമയമാണ്. നമ്മൾ എല്ലാ ദിവസവും SK ജംഗ്ഷനിലൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ ഷെയർ ചെയ്യാറ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗർഭകാലത്തെ പ്രമേഹത്തെ പറ്റിയിട്ടാണ്, ജസ്റ്റേഷണൽ ഡയബറ്റിസ്. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമ്മുടെ അടുത്ത് കൂടുതൽ സംസാരിക്കാനും അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ നമുക്ക് പരിചയപ്പെടുത്താനും നമ്മോടൊപ്പം ചേരുന്നത് തെള്ളകത്തെ മെറ്റർനിറ്റി ഹോസ്പിറ്റൽ ആയിട്ടുള്ള മിറ്റേര ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രശ്മിയാണ്. ഡോക്ടറെ നമുക്ക് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഈ ജസ്റ്റേഷണൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ഈ ഒരു ഗർഭകാലത്തെ പ്രമേഹം എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പേടി സ്വപ്നാണല്ലേ. അത് പ്രസവകാലത്ത് എന്ന് പറയുമ്പോൾ അതിലും ഒരു ഡബിൾ പേടി ആളുകളിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഗർഭിണികളിൽ 20% ജസ്റ്റേഷണൽ ഡയബറ്റിസ് കണ്ടുവരുന്നുണ്ടെന്ന്. അപ്പോൾ എന്താണ് ഈ ഗർഭകാല പ്രമേഹം എന്നൊന്ന് വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തരാമോ? ഈ ഗർഭകാല പ്രമേഹം എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. വൺ ഇസ് ജസ്റ്റേഷണൽ ഡയബറ്റിസ്. അത് ആ പേരിൽ തന്നെ ഉണ്ട്, ജസ്റ്റേഷണൽ ഡയബറ്റിസ്, പ്രഗ്നൻസി കാരണം ഉണ്ടാകുന്ന ഡയബറ്റിസ്. 2 ഓവേർട്ട് ഡയബറ്റിസ്, അതായത് നിങ്ങൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഡയബറ്റിക് ആണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ പാങ്ക്രിയാസ് വർക്ക് ചെയ്യുന്നില്ല, അത് കാരണം ഇൻസുലിൻ ഡെഫിഷ്യൻ്റ് ആയിരിക്കും, അത് കാരണം നിങ്ങളൊരു ടൈപ്പ് 1 ഡയബറ്റിക് ആയിരിക്കാം. അതല്ല, പാങ്ക്രിയാസ് വർക്കിംഗ് ആണ്, ഇൻസുലിൻ വരുന്നുണ്ട്, പക്ഷേ ഇൻസുലിൻ ബോഡിയിൽ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല റെസിസ്റ്റൻസ് കാരണം, അങ്ങനത്തെ ഒരു ടൈപ്പ് 2 ഡയബറ്റിക്കും ആവാം. അപ്പൊ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഗർഭകാല പ്രമേഹത്തെ പറ്റിയിട്ടാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ, SK ജംഗ്ഷൻ ആണ് കൂടെയുള്ളത്. അല്ല 89.6 FM Sargakshetra SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ. ഗർഭകാലത്തെ പ്രമേഹത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് കൂടുതൽ നമ്മുടെ അടുത്ത് പറഞ്ഞു തരാൻ മിറ്റേര ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ രശ്മിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. മാം, ഈ ഒരു ഗർഭകാല പ്രമേഹത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് തന്നെ ഒരു ഡയബറ്റോജനിക് സ്റ്റേറ്റ് ആണ്. അതായത് പ്രഗ്നൻസിയിൽ ഈ പ്ലാസന്റയിൽ നിന്നുണ്ടാവുന്ന ഹോർമോൺസ്, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഹോർമോണിന്റെ ആക്ഷനെ എതിർക്കുന്നു. അത് കാരണം ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും അത് കാരണമാണ് പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗർഭം മുന്നോട്ട് പോയി ഒരു 24 to 28 വീക്സ് പ്രഗ്നൻസി ടൈമിലാണ് നമുക്ക് ഗർഭകാല പ്രമേഹം ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു മാം. ഇനി അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഈ ഒരു ഗർഭകാല പ്രമേഹം നമ്മൾ നിർണ്ണയിക്കുന്നത്? ആദ്യമൊക്കെ നമ്മൾ സെലക്റ്റീവ് സ്ക്രീനിങ് ആയിരുന്നു. അതായത് ഒരു ഗർഭിണി അവർക്ക് ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരെയായിരുന്നു നമ്മൾ സ്ക്രീൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ ജസ്റ്റേഷണൽ ഡയബറ്റിസിന്റെ ഇൻസിഡൻസ് 25% ആണ്. അതായത് 1 in 4, 4-ൽ 1 ഗർഭിണിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഇപ്പം നമ്മൾ യൂണിവേഴ്സൽ സ്ക്രീനിങ് ആണ് ചെയ്യുന്നത്. അതായത് എല്ലാ ഗർഭിണികളെയും നമ്മൾ ഡയബറ്റിസിന് സ്ക്രീൻ ചെയ്യുന്നുണ്ട്. സോ ഈ യൂണിവേഴ്സൽ സ്ക്രീനിങ് പ്രഗ്നൻസിയിൽ 3 സ്റ്റേജിലാണ് ചെയ്യുന്നത്. ഒന്ന് ഏർലി പ്രഗ്നൻസിയിൽ, പിന്നെ 24 to 28 വീക്സ് ഓഫ് പ്രഗ്നൻസിയിൽ, എഗെയിൻ 34 വീക്സ് ഓഫ് പ്രഗ്നൻസിയിൽ. ഏർലി പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു 6 to 8 വീക്സ് ഓഫ് ടൈമിൽ നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത് അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും HbA1c ചെക്ക് ചെയ്തിട്ടാണ്. HbA1c എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കഴിഞ്ഞ 3 മാസത്തെ ഷുഗർ സ്റ്റാറ്റസ് അറിയാൻ പറ്റുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ്. സോ ഇപ്പം നിങ്ങളുടെ പ്രഗ്നൻസിയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 126-ന് മേലിലും HbA1c 6.5-ന് മേലിലാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഡയബറ്റിക് ആണ്. പക്ഷേ FPS 110-നും 126-നും ഇടയ്ക്കും HbA1c 6-നും 6.5-നും ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണ്. സോ നമുക്ക് ആ ഏർലി പ്രഗ്നൻസിയിലെ സ്ക്രീനിങ്ങിൽ തന്നെ ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ളവരെയും പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളവരെയും ഡിറ്റക്ട് ചെയ്യാനും അവർക്ക് അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും കഴിയും. ഇനി സ്ക്രീൻ നെഗറ്റീവ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഗർഭത്തിൽ ഡയബറ്റിസ് ഉണ്ടാവില്ല എന്നർത്ഥമില്ല. അതുകൊണ്ട് തന്നെ സ്ക്രീൻ നെഗറ്റീവ് ആയിട്ടുള്ള പോപ്പുലേഷനെ മുഴുവനും നമ്മൾ 24 to 28 വീക്സിലും വീണ്ടും 34 വീക്സിലും ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യും. 24 വീക്സിൽ ചെയ്യുന്നത് ഒരു ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റാണ്. അതായത് ഒരു 75 ഗ്രാം ഗ്ലൂക്കോസ് കുടിച്ചിട്ടുള്ള ഒരു ടോളറൻസ് ടെസ്റ്റ്. അപ്പോൾ ഇത് പേഷ്യൻ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് OPയിലേക്ക് വരുന്നു. നമ്മളൊരു 75 ഗ്രാം ഗ്ലൂക്കോസ് 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് 2 hours കഴിഞ്ഞൊരു ബ്ലഡ് വാല്യൂ എടുക്കുന്നു. ഒരു സിംഗിൾ ബ്ലഡ് സാമ്പിളേ എടുക്കുന്നുള്ളൂ. ആ വാല്യൂ 140 ആണ് കട്ട് ഓഫ്. സോ അത് 140 ആൻഡ് എബവ് ആണെങ്കിൽ നിങ്ങൾ സ്ക്രീൻ പോസിറ്റീവ് ആണ്. ഇതേ ടെസ്റ്റ് തന്നെ നമ്മൾ 34 വീക്സിൽ വീണ്ടും ഒന്നും കൂടെ ചെയ്യാറുണ്ട്. ബിക്കോസ് 24-ലെ നെഗറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിനും 34 ആകുമ്പോൾ ഷുഗർ വരാറുണ്ട്. സോ നമ്മൾ 2 പ്രാവശ്യം ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യും. ഈ പറഞ്ഞ തരത്തിലൊക്കെയാണ് നമ്മൾ പ്രമേഹമുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞു തന്നില്ലേ. ഗർഭകാലത്തെ പ്രമേഹത്തെ പറ്റിയിട്ട് നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ SK ജംഗ്ഷനിലൂടെ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra
SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ. കൂടെയുള്ളത് അന്നയാണ്. ഇന്ന് നമ്മൾ SK ജംഗ്ഷനിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഗർഭകാല പ്രമേഹത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഗർഭകാല പ്രമേഹത്തെ പറ്റി വിശദമായിട്ട് അതിന്റെ കാരണങ്ങളും അതുപോലെ ഗർഭകാല പ്രമേഹം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കേട്ടു. ഇനി അടുത്തതായിട്ട് നമ്മൾ അറിയാൻ പോകുന്നത് ഗർഭസ്ഥ ശിശുവിനെ ഈ ഒരു ഗർഭകാല പ്രമേഹം ബാധിക്കുമോ എന്നാണ്. ഡെഫിനറ്റ്ലി ബാധിക്കും. അതെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഡയബറ്റിക് ആയിട്ടുള്ളൊരു മദർ, അവരുടെ ബ്ലഡ് ഷുഗർ ഹൈ ആണെങ്കിൽ അമ്മയിൽ നിന്ന് പൊക്കിൾക്കൊടി വഴി കുഞ്ഞിലേക്ക് ഹൈ ബ്ലഡ് ഷുഗർ ചെല്ലും. അപ്പോൾ കുഞ്ഞിൻ്റെ പാങ്ക്രിയാസ് എന്താ വിചാരിക്കുക, അതിന് ഡയബറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കും. സോ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും. ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ലൈപ്പോജനിക് ഹോർമോണാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇൻസുലിൻ ലെവൽ കൂടുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ആവും. അപ്പോൾ അതൊരു ബിഗ് ബേബിയായി മാറും. അതുകൊണ്ടാണ് ഈ ഡയബറ്റിക് മദേഴ്സിൻ്റെ ബേബീസൊക്കെ 3.5, 4.5 kg ഒക്കെ ആയി മാറുന്നത്. അതുപോലെ തന്നെ അമ്മയിൽ നിന്നൊരു വലിയ ഷുഗർ കുഞ്ഞിലേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞിൻ്റെ യൂറിൻ ഔട്ട്പുട്ട് കൂടും. ഇപ്പോൾ നമുക്കറിയാം, ഷുഗറുള്ള ആൾക്കാർക്ക് എപ്പോഴും യൂറിൻ പാസ് ചെയ്യണം എന്ന് തോന്നും. അതുപോലെ കുഞ്ഞിലേക്ക് വലിയൊരു ഷുഗർ ചെല്ലുമ്പോൾ കുഞ്ഞിൻ്റെ യൂറിൻ ഔട്ട്പുട്ട് കൂടും. ഈ കുഞ്ഞിൻ്റെ യൂറിനാണ് ഈ ചുറ്റുമുള്ള ഫ്ലൂയിഡായിട്ട് മാറുന്നത്. സോ അതുകൊണ്ട് തന്നെ ബിഗ് ബേബി ആവുന്നതിനൊപ്പം ഇവർക്ക് ചുറ്റുമുള്ള ഫ്ലൂയിഡും കൂടും. ഇനി ഇതിനേക്കാൾ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്ന ഒരു ഡയബറ്റിക് മദറിൻ്റെ ബേബിക്ക് പ്രത്യേകിച്ചൊരു കാരണങ്ങളില്ലാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് പെട്ടെന്ന് അനക്കം പോകാനുള്ള റിസ്ക് കൂടുതലാണ്. അതായത് ഒരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻട്രാ യൂട്രൈൻ ഡെത്ത്. ഈ റിസ്ക് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ഡയബറ്റിക് പ്രഗ്നൻസിയെ നമ്മളൊരു ഹൈ റിസ്ക് പ്രഗ്നൻസിയായി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കുട്ടിക്കും ഗർഭകാല പ്രമേഹം നല്ല രീതിയിൽ ബാധകമാവുന്നു മനസ്സിലായിട്ടുണ്ട്. വഴിയെ ഇതിന്റെ സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും SK ജംഗ്ഷൻ. കൂടെയുള്ളത് അന്നയാണ്. മിറ്റേറ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ രശ്മിയാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ. കൂടെയുള്ളത് അന്നയാണ്. ഇന്ന് നമ്മൾ ഗർഭകാല പ്രമേഹത്തെ പറ്റിയിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. SK ജംഗ്ഷനിൽ നമ്മോടൊപ്പം ഈ ഒരു ഗർഭകാല പ്രമേഹത്തെ പറ്റി വിശദമായിട്ട് പറഞ്ഞു തരാനുള്ളത് മിറ്റേറ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ രശ്മിയാണ്. നമ്മളപ്പോൾ ഗർഭസ്ഥ ശിശുവിന് ഈ ഒരു ഗർഭകാല പ്രമേഹം എത്രത്തോളം ബാധിക്കും എന്ന് കേട്ടു. ഇനി ഈ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? അമ്മയ്ക്കും ഇതുകൊണ്ട് പ്രയാസങ്ങളുണ്ടാവും. ഒന്ന്, ഡയബറ്റിക് മദേഴ്സിന് BP വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബിഗ് ബേബി ആവും, ഫ്ലൂയിഡ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവർക്ക് ഡെലിവറി കുറച്ച് ഡിഫിക്കൽട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് പ്രയാസപ്പെട്ട വജൈനൽ ഡെലിവറി ആവാം, സിസേറിയനുള്ള റിസ്ക് കൂടാം. ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും അവർക്ക് ബ്ലീഡിങ്ങിനുള്ള റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ അമ്മ ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അവരുടെ ഡെലിവറി ടൈം ഇത്രയും കൂടിയും ക്രൂഷ്യൽ ആയിരിക്കുമോ? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അമ്മയ്ക്ക്? ഡെലിവറിയിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബേബി ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ആവറേജ് 3 kg വെയിറ്റ് ഉള്ളൊരു ബേബിയെ പ്രസവിക്കുന്ന പോലെയല്ല 3.9, 4.2 kg ബേബി ഡെലിവറി ചെയ്യുന്നത്. സോ അവരുടെ ഡെലിവറി പ്രോസസ്സ് തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ആ സമയത്ത് ഇപ്പം എപ്പിസിയോട്ടമി നമ്മൾ കൊടുക്കുമെങ്കിലും ആ സ്ഥലത്ത് മുറിവുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ബേബി വലുതായതുകൊണ്ട് ഫ്ലൂയിഡ് കൂടുതലായതും ഇവരുടെ യൂട്രസ് ഓവർ ഡിസ്റ്റൻഡഡ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഇത് യൂട്രസ് പെട്ടെന്ന് തന്നെ ചുരുങ്ങില്ല. സോ ഇവർക്ക് പോസ്റ്റ്പാർട്ടം ഹെമറേജ് അഥവാ ഡെലിവറി കഴിഞ്ഞുള്ള ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയും ഇവർക്ക് കൂടുതലാണ്. ഡെഫിനറ്റ്ലി മദറിന് ഡെലിവറി പ്രോസസ്സ് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ പോയാലും ഗർഭകാല പ്രമേഹം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പോസിറ്റീവായിട്ടുള്ളൊരു സൈഡ് അല്ല തരുന്നത്, അല്ലേ? അങ്ങനെ കരുതേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് മാത്രമാണ്. പക്ഷേ ഒരു അമ്മയ്ക്ക് ഡയബറ്റിസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുമ്പോൾ മുതൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവണം എന്ന് അർത്ഥമില്ല. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലൊന്ന് പാമ്പർ ചെയ്താൽ അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്താൽ മാറാവുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഗർഭകാല പ്രമേഹം. കേട്ടുകൊണ്ടിരിക്കുന്നത് SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് അന്നയും. ഗർഭകാല പ്രമേഹത്തെ പറ്റി വിശദമായിട്ട് സംസാരിക്കുന്നത് ഡോക്ടർ രശ്മിയും. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ. കൂടെയുള്ളത് അന്നയാണ്. ഇന്ന് നമ്മോടൊപ്പം SK ജംഗ്ഷനിൽ ചേരുന്നത് മെറ്റർണിറ്റി ഹോസ്പിറ്റൽ ആയിട്ടുള്ള മിറ്റേറയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രശ്മിയാണ്. മാം, ഇനി ചോദിക്കാനുള്ളത്, ഈ ഒരു ഗർഭകാല പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ശരിയാവോ? ഇപ്പോൾ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ വർക്ക്ഔട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റൂട്ടീനിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതിലുണ്ടാവോ? തീർച്ചയായും ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തു, നിങ്ങളുടെ വാല്യൂ കട്ട് ഓഫിന് എബവ് ആണ് എന്നറിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. നമ്മൾ ഇനീഷ്യൽ ഒരു 2 weeks ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറഞ്ഞു കൊടുക്കും. അതായത് അതിന് പറയുന്ന മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി എന്നാണ്. അതിന് മെയിനായിട്ട് 2 arms ആണുള്ളത്. ഒന്ന് എക്സസൈസ് ആൻഡ് 2 is ഡയറ്റ് കൺട്രോൾ. സോ എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഇപ്പോൾ നമ്മൾ പ്രഗ്നൻസിയിൽ ഇതുവരെ എക്സസൈസ് ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടെന്ന് അറിഞ്ഞ ഉടനെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. സോ പ്രഗ്നൻസിയിൽ പറ്റുന്ന എക്സസൈസുകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അവർക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്ന് വാക്കിംഗ്, ഒരു ഹാഫ് ആൻ അവർ ഓഫ് ബ്രിസ്ക് വാക്കിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഉലാത്തലല്ല കുറച്ചുകൂടി സ്പീഡിലുള്ള ഒരു നടത്തം. പിന്നെ പറ്റുന്ന അപ്പർ ബോഡി എക്സസൈസ്, അതായത് അപ്പർ ബോഡിയുടെ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, പ്രീനേറ്റൽ യോഗ ചെയ്യാൻ പറ്റും. ഇത്രയാണ് എക്സസൈസ് വൈസ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. മറ്റ് ഹാഫ് എന്ന് പറയുന്നത് ഡയറ്റ് കൺട്രോളാണ്. ഡയറ്റ് കൺട്രോളാണ് ശരിക്കും ഗർഭകാല പ്രമേഹത്തിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയറ്റ് കൺട്രോളിംഗ് ഒരു ഗർഭിണിയെ സംബന്ധിച്ച് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ? ഒരു നല്ല ക്വസ്റ്റ്യൻ ആണത്. കാരണം ഒരു ഗർഭകാലം എന്ന് പറയുമ്പോൾ കുഞ്ഞ് വളരേണ്ട സമയമാണ്. അപ്പം നമുക്ക് ഡയറ്റിനെ ടൂ മച്ച് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഡയബറ്റീസ് ഉള്ളൊരു ഗർഭിണി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്കൊരു കൊതി തോന്നി, നിങ്ങളൊരു ഷെയ്ക്ക് കുടിച്ചു, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ഒരു 200 ഉയർന്നു. അപ്പോൾ വിത്തിൻ ഹാഫ് ആൻ അവർ പൊക്കിൾക്കൊടി വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഈ ഹൈ ഷുഗർ ചെല്ലുകയാണ്. സോ നമ്മൾ ബേസിക്കലി ഡയറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ അതിൽ ഉദ്ദേശിക്കുന്നത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഒരു സമയത്ത് ഒരു വലിയ ഷുഗർ ലോഡ് ചെല്ലാൻ പാടില്ല. ഇപ്പം നമ്മൾ നോർമലി ഒരു ഗർഭിണി കഴിക്കുന്നത് 3 മേജർ മീൽസാണ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. പക്ഷെ നമ്മൾ ഈ 3 നേരവും ഹെവി ആയിട്ട് കഴിക്കും. അപ്പോൾ ആ 3 മീൽസ് കഴിയുമ്പോൾ കുഞ്ഞിലേക്ക് ഒരു വലിയ ഷുഗർ ലോഡ് ചെല്ലും. സോ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ 3 മേജർ മീൽസ് എന്നുള്ളതിനെ 3 മേജർ മീൽസ് ആൻഡ് 3 സ്മോൾ മീൽസ് ആയിട്ട് മാറ്റുക. അതായത് സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ രാവിലെ ഒരു 4 ഇഡ്ഡലി കഴിക്കുമ്പോഴാണ് നമ്മുടെ വിശപ്പ് മാറുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക. 8 മണിക്ക് 2 ഇഡ്ഡലി, 10 മണിക്ക് 2 ഇഡ്ഡലി. സോ ദാറ്റ് അമ്മയുടെ വിശപ്പും മാറും, കുഞ്ഞിലേക്ക് എന്നാൽ ഒരു സമയത്ത് വലിയൊരു ഷുഗർ എത്തുകയില്ല. ഉച്ചയ്ക്കും അതുപോലെ തന്നെ ഒരു ലഞ്ച് നമ്മളൊരു 12:30 ആകുമ്പോൾ ലഞ്ച് കഴിക്കുക, അതിൻ്റെ അളവ് കുറയ്ക്കുക. ഒരു 2:30-3 ആകുമ്പോൾ വിശക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു സെക്കൻഡ് എന്തെങ്കിലും ഒരു സ്നാക്ക് പോലെ കഴിക്കാം. ഒരു ഈവനിങ് സ്നാക്ക്, ഡിന്നർ, അങ്ങനെ 3 മേജർ ആൻഡ് 3 സ്മോൾ മീൽസ്. അതാണ് ആ ഡയറ്റ് കൺട്രോളിൻ്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത്. പിന്നെ ആഡഡ് ഷുഗേഴ്സ് എല്ലാം അവോയ്ഡ് ചെയ്യണം. സാക്കറിനുള്ള ലഡു, ജിലേബി, കേക്ക്, പേസ്ട്രി അങ്ങനത്തെ സാധനങ്ങളെല്ലാം കട്ട് ഓഫ് ചെയ്യണം. പൊട്ടറ്റോ, കപ്പ അവോയ്ഡ് ചെയ്യുക. ഈ യെല്ലോ ഫ്രൂട്ട്സ് ഉദ്ദേശിക്കുന്ന മാങ്ങ, ചക്ക, പൈനാപ്പിൾ അങ്ങനത്തെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാം. ഡെയിലി നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട് വെച്ച് കഴിക്കാം. അതിൻ്റെ അളവ്, ഒരു ഫ്രൂട്ട് എന്ന് ഇപ്പോൾ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ആപ്പിൾ, ഇപ്പോൾ പഴമാണെങ്കിൽ ഒരു റോബസ്റ്റ പഴം, അങ്ങനെ സെലക്റ്റീവായിട്ട് വേണം കഴിക്കാനായിട്ട്. ഈ ഗർഭകാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറേ ക്രേവിങ്സ് ഒക്കെ വരുന്ന സമയമാണ്. അതുകൊണ്ട് ഈ ഒരു ഡയറ്റ് കുറേ ഗർഭിണികൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. യെസ്, ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കേട്ടുകൊണ്ടേയിരിക്കൂ. SK ജംഗ്ഷൻ ആണ് കൂടെയുള്ളത് അന്നയും. ഇന്ന് ഗർഭകാല പ്രമേഹത്തെ പറ്റി നമ്മോട് വിശദീകരിക്കാൻ കൂടെയുള്ളത് ഡോക്ടർ രശ്മിയും. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ. കൂടെയുള്ളത് തന്നെയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഗർഭകാല പ്രമേഹത്തെ പറ്റിയിട്ടാണ്. കാരണങ്ങളും അതുപോലെ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്നും ഇതിന്റെ ഡയറ്റും ഒക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമ്മുടെ ഡോക്ടർ രശ്മിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു ഗർഭകാല പ്രമേഹം ഉള്ളവരുടെ പ്രസവത്തിന്റെ ആ ഡേറ്റ് അത് നീണ്ടുപോകുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ ഡയറ്റ് കൺട്രോളിലാണ്, നിങ്ങളുടെ ഷുഗേഴ്സൊക്കെ വെൽ കൺട്രോൾഡ് ആണെങ്കിൽ നമുക്ക് ഡേറ്റ് വരെ, നിങ്ങളുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി വരെ പോയി ഡെലിവറി ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അതല്ല, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ ഗുളികയോ അല്ലെങ്കിൽ ഇൻസുലിനോ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 38 വീക്സ് ആകുമ്പോൾ ഡെലിവറി ഇൻഡ്യൂസ് ചെയ്യാറാണ് പതിവ്. ബിക്കോസ് നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ബേബിക്ക് ലാസ്റ്റ് 2 വീക്സിലാണ് ഉള്ളിൽ കിടന്ന് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് പെട്ടെന്ന് മരണം സംഭവിക്കാനുള്ള റിസ്ക് കൂടുതൽ. അതുകൊണ്ട് ഷുഗറിന് ഇൻസുലിനോ ഗുളികയോ എടുക്കുന്നവരാണെങ്കിൽ നമ്മൾ 38 വീക്സ് ആകുമ്പോൾ ടെർമിനേറ്റ് ചെയ്യണം പ്രഗ്നൻസി. നമ്മൾ പറഞ്ഞല്ലോ, കുട്ടിയുടെ അവസ്ഥ ചിലപ്പോൾ ബിഗ് ബേബി ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സിസേറിയൻ തന്നെ വേണമെന്ന് ഉറപ്പാണോ? അങ്ങനെ അർത്ഥമില്ല. നമ്മൾ 38 വീക്സ് ആകുമ്പോൾ നമ്മളൊരു സ്കാൻ ചെയ്ത് നോക്കും. അപ്പോൾ ബേബിയുടെ വെയിറ്റ് നമുക്ക് ആ സ്കാനിൽ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഉള്ളു പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അമ്മയുടെ ഹൈറ്റ്, അമ്മയുടെ പെൽവിസിനകത്തുള്ള സ്പേസ്, ഇതൊക്കെ ആ ഡെലിവറി ചെയ്യാനുള്ള സാധ്യതയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. സോ ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഡെലിവറിക്ക് ഒരു ട്രയൽ അവർക്ക് കൊടുക്കും. ഇനിയിപ്പോൾ ഒത്തിരി 4.5 kg ബേബിയൊക്കെ ആണെങ്കിൽ റിസ്കി ആയതുകൊണ്ട് ചിലപ്പോൾ ഡയറക്റ്റായിട്ട് സിസേറിയൻ ചെയ്തു എന്ന് വരാം. അതർവൈസ് നമ്മളൊരു വെൽ കൺട്രോൾ ഡയബറ്റീസ് ആവറേജ് സൈസ് ബേബി ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡെലിവറിക്ക് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു മാം. കേട്ടുകൊണ്ടിരിക്കുന്നത് SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് അന്ന. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ. നമ്മൾ ഗർഭകാലത്തെ പ്രമേഹത്തെ പറ്റിയിട്ടാണ് ഇന്ന്
SK ജംഗ്ഷനിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത് നിരവധി കാരണങ്ങളും അതുപോലെ അതെങ്ങനെയാണ് നിർണ്ണയിക്കുന്നതെന്നും ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസിനെ പറ്റിയൊക്കെ നമ്മുടെ ഡോക്ടർ രശ്മി നമ്മളോട് സംസാരിച്ചു. ഇനി ചോദിക്കാനുള്ളൊരു കാര്യം, അതായത് ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രമേഹം ഉണ്ടല്ലോ, അത് പ്രസവത്തിന് ശേഷം ഭേദമാകാനുള്ള സാധ്യതകളുണ്ടോ? ഗർഭകാല പ്രമേഹം സാധാരണ രീതിയിൽ ഡെലിവറി കഴിയുന്നതോടുകൂടി മാറുന്നതാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 3rd ഡേ ആകുമ്പോൾ പേഷ്യൻ്റ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ആഹാരത്തിന് ശേഷമുള്ള ഷുഗറും ചെക്ക് ചെയ്തിട്ടാണ് ഡിസ്ചാർജ് ചെയ്യാറ്. പക്ഷെ മെജോറിറ്റി പേർക്ക് അത് നോർമലായിരിക്കും. പിന്നെ അവരോടൊരു ഡയറ്റ് കൺട്രോൾ എക്സസൈസും ഒക്കെ കണ്ടിന്യൂ ചെയ്യാനും പറയും. 6 വീക്സ് കഴിയുമ്പോൾ ഇവർ ഒരു പോസ്റ്റ്നേറ്റൽ ചെക്കപ്പിന് വരും. ആ സമയത്ത് ഇവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും HbA1c ചെക്ക് ചെയ്തിട്ട് വരാൻ പറയും. അപ്പം ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ആ സമയത്ത് മാറുന്നതാണ്. പക്ഷേ ചിലർക്ക് ഇത് പ്രഗ്നൻസി ആവുന്നതിന് മുമ്പേ ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് അതിന് മുമ്പുണ്ടായിരുന്ന ട്രീറ്റ്മെൻറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പക്ഷേ ആ 6 വീക്സിൽ നോർമലാണ് എന്ന് കരുതി നിങ്ങൾക്ക് ഇനി ലൈഫിൽ വരില്ല എന്നർത്ഥമില്ല. കാരണം ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള ഗർഭിണികളിൽ ഒരു മെജോറിറ്റി ഭാഗവും ഭാവിയിൽ ഓവർ ഡയബറ്റിക്കായി മാറാൻ സാധ്യതയുണ്ട്. സോ ഈ ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അവർക്ക് നല്ലത്. ഇപ്പോൾ ഫസ്റ്റത്തെ ഡെലിവറിയുടെ സമയത്തായിരുന്നു ഈ ഒരു ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നെങ്കിലും സെക്കൻഡ് ടൈമിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. പക്ഷേ യൂഷ്വലി ഫസ്റ്റിൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ സെക്കൻഡിലും വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഇന്റർ പ്രഗ്നൻസി ടൈമിൽ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അവർ കണ്ടിന്യൂ ചെയ്യണം. എക്സസൈസും ഈ ഡയറ്റ് കൺട്രോളും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വരുന്നത് നമുക്ക് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റേഷണൽ ഡയബറ്റീസിന്റെ മെയിൻ ഒരു സൊല്യൂഷൻ നമ്മുടെ ഭക്ഷണശീലവും വ്യായാമവും തന്നെയാണെന്ന് ചുരുക്കം. ഉറപ്പായും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് ഡയബറ്റീസിന്റെ ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ്. ഇനി ചോദിക്കാനുള്ളത്, ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള അമ്മ ഡെലിവറിക്ക് ശേഷം ഈ കുട്ടി വലുതായതിനു ശേഷം ഈ ഡയബറ്റീസ് വരാനുള്ള സാധ്യതകളുണ്ടോ? സാധ്യതയുണ്ട്. അതായത് ഡയബറ്റിക് മദറിന്റെ ബേബി എസ്പെഷ്യലി അവർ ബിഗ് ബേബിയും കൂടെ ആണെങ്കിൽ ഫ്യൂച്ചറിൽ അവർക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് SK ജംഗ്ഷൻ ആണ്. ഇന്ന് ഗർഭകാലത്തെ പ്രമേഹത്തെ പറ്റി നമ്മോട് പരിചയപ്പെടുത്തുന്നത് മിറ്റേര ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ രശ്മിയാണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് SK ജംഗ്ഷൻ ആണ്. SK ജംഗ്ഷനിൽ ഇന്ന് നമ്മൾ സംസാരിച്ചിരുന്ന വിഷയം ഗർഭകാലത്തെ പ്രമേഹത്തെ പറ്റിയിട്ടാണ്. അത് ചെറിയൊരു കാര്യമല്ല, പക്ഷേ അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് ഡോക്ടർ രശ്മിയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി ഡോക്ടർ, കറന്റ്ലി നമ്മുടെ എല്ലാവരുടെയും ഒരു അവസ്ഥ, ഒരു ചെറിയൊരു പനി വന്നാൽ പോലും നമ്മൾ അപ്പം തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കും ഇതിന്റെ കാരണങ്ങൾ, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ നമുക്ക് സംഭവിക്കും എന്നുള്ളത്. അതിൽ ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. അത് ആലോചിച്ച് പേടിക്കുന്ന കുറേ പേരുണ്ട്. എൻ്റെ പരിചയത്തിൽ തന്നെ കുറേ പേര് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാണ്ട് ഗൂഗിൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നവരുണ്ട്. ഇതുപോലെ തന്നെ ഗർഭകാലത്തും ഇങ്ങനെ ഗൂഗിൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് ഡോക്ടറിന്? നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കതൊരു ജനറലായിട്ടൊരു കാര്യമേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഗർഭിണിക്ക് ഡയബറ്റീസ് വരുമ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ടാണ്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം മദറിൻ്റെ വെയിറ്റ്, അവരുടെ ബാക്കി റിസ്ക് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ അവരുടെ സ്കാനിലുള്ള കുട്ടിയുടെ വെയിറ്റ്, ഫ്ലൂയിഡിൻ്റെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഉദ്ദേശിക്കുന്ന ഡയറ്റ് മതിയോ, അവർക്ക് ടാബ്ലറ്റ് മതിയോ, അതോ ഇൻസുലിൻ വേണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇതൊരിക്കലും ഗൂഗിളിന് ചെയ്യാൻ പറ്റില്ല. സോ ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ ഒബ്സ്റ്റട്രീഷ്യനെ തന്നെ കണ്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയോട് അല്ലെങ്കിൽ അമ്മമാരോട്, ഗർഭിണികളോടൊക്കെ എന്താണ് ഈ ഒരു കാര്യത്തെ പറ്റി പറയാനുള്ളത്? പ്രഗ്നൻസി ടൈം എല്ലാവരും വളരെ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് നമുക്ക് ഒത്തിരി ക്രേവിങ്സ് ഉണ്ടാവും. സ്വീറ്റ്സിനോട്, ചോക്ലേറ്റ്സിനോടൊക്കെ ഡെഫിനറ്റ്ലി ക്രേവിങ് തോന്നുന്ന സമയമാണ്. ഇപ്പോൾ ഒരു ഡയബറ്റീസ് ഉണ്ട് എന്നറിയുമ്പോൾ മുതൽ അതൊരു ഹൈ റിസ്ക് പ്രഗ്നൻസിയായി നിങ്ങൾ ഭയങ്കരമായി സ്ട്രെസ് അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എക്സസൈസ് ചെയ്യുകയും ഡയറ്റ് കൺട്രോൾ ചെയ്യുകയും ചെയ്താൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ ഡോസ് ഇൻസുലിനോ അല്ലെങ്കിൽ കുറച്ച് ടാബ്ലറ്റോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസിയിലെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്ത് ബേബിയെ ആവറേജ് വെയിറ്റ് ബേബി ആയിട്ട് തന്നെ ഡെലിവറി ചെയ്യാനും നമുക്ക് പറ്റും. ഡയബറ്റീസ് ഉണ്ട് എന്നറിഞ്ഞ ഉടനെ ആ ഗർഭം കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പ്രഗ്നൻസി കാലം സന്തോഷമായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഗർഭകാലത്തെ പ്രമേഹം എന്താണെന്ന് നമുക്ക് കുറേ പേർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടോ എന്ന് തന്നെ കുറേ പേർക്ക് അറിയില്ലായിരുന്നു. അഥവാ ഉള്ളവരുടെ സംശയങ്ങളും നമ്മൾ ഈ ഒരു SK ജംഗ്ഷനിലൂടെ ഡോക്ടർ രശ്മി തീർത്തിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. സോ ഡോക്ടർ, ഇത്രയും സമയം ഡോക്ടറിന്റെ ഡ്യൂട്ടിയുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സമയമാണ് നമുക്ക് വേണ്ടി തന്നത്. താങ്ക് യു സോ മച്ച് ഫോർ കോപ്പറേറ്റിംഗ് വിത്ത് us. താങ്ക് യു. താങ്ക് യു. ഇന്നത്തെ SK ജംഗ്ഷനിൽ നിന്ന് അന്ന ടാറ്റാ ബൈ ബൈ പറയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.